SDPI ജമാഅത്തെ ഇസ്ലാമി വോട്ട് വേണ്ടെന്ന് പറയാതെ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേഷ് പിഷാരടി എല്ലാവരുടെയും വോട്ട് വേണമെന്ന ന്യായീകരണവും നടത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും ജനം TVയുടെ ചോദ്യങ്ങളോട് പിഷാരടി കൃത്യമായ മറുപടി നൽകിയില്ല. നമുക്ക് പാലക്കാട് രാഹുൽ ജയിച്ച സമയത്ത് ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് SDPI ആയിരുന്നു. അപ്പോൾ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ വോട്ട് വേണ്ട എന്ന് പറയുന്നൊരു നിലപാട് സ്വീകരിക്കാൻ രമേഷ് പിഷാരടി തയ്യാറാകും. കാരണം വർഗീയതയ്ക്കെതിരെയാണ് പാലക്കാട്ടെ പോരാട്ടം എന്നാണല്ലോ. ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് എന്തോരം പേര് ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ട്, കോൺഗ്രസ്സുകാരും നടത്തിയിട്ടുണ്ട്, പാലക്കാട് വോട്ട് ചെയ്ത ആളുകളെല്ലാം നടത്തിയിട്ടുണ്ട്. നമ്മളെങ്ങനെയാണ് ഇതായിരുന്നു ആദ്യം എന്ന് നിശ്ചയിക്കുന്നത്? കോളേജിന് മുന്നിൽ വോട്ടെണ്ണുന്ന സമയത്ത് തന്നെ അവര് രാഹുൽ മാങ്കൂട്ടവും അവരുടെ സംഘവും ഒന്നിച്ചിരുന്ന് ആഘോഷിക്കുന്നതും സന്തോഷിക്കുന്നതും നമ്മൾ കണ്ടല്ലോ. പിന്നെ നമ്മൾ ഏതെങ്കിലും അയാളാണ് ആദ്യം സന്തോഷിച്ചത്, ഇയാളാണ് ആദ്യം സന്തോഷിച്ചത് പറയാൻ പറ്റും. നമ്മൾ ആദ്യം, ഞാനെപ്പോഴും പറയുന്നുണ്ടല്ലോ, നമ്മളെല്ലാവരും പ്രാഥമികമായി നമ്മളെല്ലാവരും ആദ്യം മനുഷ്യരാണ്. ഞാൻ എല്ലാവരെയും അങ്ങനെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നു. ഈ വർഗീയതയ്ക്കെതിരെയാണ് പോരാട്ടം എന്ന് പറയുമ്പോൾ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവും എന്നുള്ള അതാണ് ചോദ്യം. എല്ലാവരുടെയും ഈ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എല്ലാവരും എൻ്റെ വോട്ടർമാരാണ്. ഞാൻ അവരെ എല്ലാവരെയും മനുഷ്യരായിട്ട് കാണുന്നു. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഒരു ഭാഗത്ത് വർഗീയതയ്ക്കെതിരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടമെന്നാണ് VD സതീശനും കൂട്ടരുമൊക്കെ കേരളത്തിൽ പറയുന്നത്. ദേശീയ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയും ഇടയ്ക്ക് വലിയ മതേതരത്വത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നു, ഭീകരതയ്ക്കെതിരെ സംസാരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ രാജ്യത്ത് സാധാരണക്കാരനെ എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്ന് ശ്രമിക്കുന്ന അതിതീവ്ര സ്വഭാവമുള്ള രാഷ്ട്രവിരുദ്ധ സ്വഭാവമുള്ള ഭീകര ശക്തികളുമായി കൈപ്പത്തിക്കാർ കൈകോർക്കുകയാണ്. ഇപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ അരുൺ ചോദിക്കുന്ന ചോദ്യങ്ങളോട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അതായത് എല്ലാവരുടെയും വോട്ട് വേണം, ജിഹാദികളുടെ വോട്ട് വേണം, ഇസ്ലാമിക ഭീകരരുടെ വോട്ട് വേണം, അതാണ് നിലപാട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും അതേ നിലപാട് തന്നെയാണ് പിഷാരടിക്കുമുള്ളത്. മറ്റൊന്നും അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണല്ലോ. ഗൗതം, തീർച്ചയായിട്ടും 2039 ആകുമ്പോഴേക്കും ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് പറയുന്ന SDPI പോലുള്ള പോപ്പുലർ ഫ്രണ്ട് പോലുള്ള മതഭീകരർ ഒരു വശത്ത്, മറുവശത്താണെങ്കിൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെയാണെന്ന് പറയുന്ന മൗദൂദിയൻ പ്രത്യയശാസ്ത്രത്തിൻ്റെ ജമാഅത്തെ ഇസ്ലാമി മറുവശത്ത്. ഈ രണ്ട് പേരുടെയും വോട്ട് വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുമോ UDF, രമേഷ് പിഷാരടി എന്നുള്ളതായിരുന്നു നമ്മൾ ജനം TVയുടെ കൃത്യമായ ചോദ്യം. ആ ചോദ്യത്തിനാണ് രമേഷ് പിഷാരടി കൃത്യമായ ഉത്തരം പറയാതെ എല്ലാവരുടെയും വോട്ട് വേണം, അതായത് ഈ വർഗീയവാദികളുടെ ഉൾപ്പെടെ വോട്ട് വേണം എന്നുള്ള നിലപാട് വ്യക്തമാക്കിയത് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് നടന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. വോട്ടെണ്ണൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ വെച്ചായിരുന്നു നടന്നത്. ആ വോട്ടെണ്ണൽ നടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു എന്ന ആ ഒരു ഫലം വന്നപ്പോഴേക്കും കോൺഗ്രസ്സുകാർക്ക് മുൻപ് അവിടെ എത്തി ആഹ്ലാദ പ്രകടനം നടത്തിയത് അന്ന് SDPI ആയിരുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, അന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ ചെന്ന് നേതാക്കളുമായി സംസാരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഏതായാലും പാലക്കാട് ഉൾപ്പെടെ ഇവർ പോരാട്ടം വർഗീയതയ്ക്കെതിരെയാണ് എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വർഗീയതയല്ലേ? ഇത്തരത്തിലുള്ള SDPIയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ വർഗീയതയ്ക്കെതിരെ ഇവർക്ക് പോരാട്ടമില്ലേ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള ചോദ്യം. അവരെ തള്ളിപ്പറയാൻ ഒരു ഇടത്തും തയ്യാറാവുന്നില്ല UDF. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയായ രമേഷ് പിഷാരടിയും സമാനമായ രീതിയിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. SDPIയുടെയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് കൃത്യമായി പറയുന്നില്ല, എടുത്തു പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അതിൽ എല്ലാവരെയും മനുഷ്യരായി കാണുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും വോട്ട് വേണം എന്നൊക്കെ തരത്തിലുള്ള ഒരു പ്രതികരണമാണ് രമേശിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നമുക്കറിയാം, പാലക്കാട് ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. ഇത്തവണയാണെങ്കിൽ BJPയുടെ ഭാഗത്ത് നിന്ന് ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. ഇത്തവണ BJPക്ക് ഈ മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമാണ് എന്ന തരത്തിലുള്ള പ്രചാരണം ശക്തമാവുമ്പോൾ വർഗീയ ശക്തികളെ ഉൾപ്പെടെ കൂട്ടുപിടിക്കാനുള്ള തന്ത്രം അവർ ഇപ്പോഴും പയറ്റുന്നുണ്ട്. അല്ലെങ്കിൽ UDF ഈ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും ജയിച്ചാൽ മതി, അതിപ്പോൾ വർഗീയ ശക്തികളായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും വിജയിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ കോൺഗ്രസിന്റെ തന്ത്രം. കോൺഗ്രസ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് നമ്മൾ ഉൾപ്പെടെ, അരുൺ ഉൾപ്പെടെ, അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് ചില മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ടായിരുന്നു SDPIയുടെ വോട്ട് വേണോ വേണ്ടയോ എന്നുള്ളത്. അന്ന് രാഹുൽ ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ച നമുക്കിപ്പോഴും നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട്. അതായത് SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുവാനുള്ള ആർജവം
രാഹുലിന് ഉണ്ടായിരുന്നില്ല. ഷാഫിയെ പറ്റി പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. അപ്പോൾ ഷാഫിയും രാഹുലും എങ്ങനെയാണോ മുൻപ് പാലക്കാട് വിജയിച്ചത്, അത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട് ഉപയോഗിച്ചാണ് വിജയിച്ചത് എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പിഷാരടിയും ഉൾക്കൊള്ളുകയാണ്. രമേശ് പിഷാരടിയും അതുകൊണ്ട് SDP-യുടെയും ജമാഅത്തിൻ്റെയും വോട്ട് വേണം എന്ന് പരസ്യമായിട്ട് തന്നെ പറയുന്നു. തീർച്ചയായും അത് തന്നെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച സമയത്തും ഇതേ ചോദ്യം അദ്ദേഹത്തിന് നേരെ ഉണ്ടായപ്പോൾ അതിലും കൃത്യമായിട്ട് ഉത്തരം പറയാതെ എല്ലാവരുടെയും വോട്ട് വേണമെന്നുള്ള നിലപാട് സ്വീകരിച്ചു. പിന്നീട് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ കണ്ട കാഴ്ച എന്നുള്ളത് ഈ SDP വോട്ടുകളും ജമാഅത്ത് ഇസ്ലാമി വോട്ടുകളും ഒക്കെ കൃത്യമായിട്ട് രാഹുലിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ കൃത്യമായിട്ട് തന്നെ ഈ വോട്ടുകൾ അവർ തമ്മിലൊരു അന്തർധാര ഉണ്ടാക്കിയിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധം തന്നെയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതാണ്. ഇപ്പോൾ രമേശ് പിഷാരടിയിലേക്ക് വരുമ്പോഴും രമേശ് പിഷാരടിയും സമാനമായ രീതിയിൽ SDP-യെയോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെയോ ഒന്നും തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇത് എന്തുകൊണ്ട് ഇവർ തള്ളിപ്പറയണമെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള കൃത്യമായ ഉത്തരം ഈ UDF പറയുന്നത് തങ്ങൾ മതേതര പാർട്ടിയാണ്, തങ്ങൾ വർഗീയതയ്ക്കെതിരെയാണ് പോരാട്ടം നടത്തുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളെ തള്ളിപ്പറയുക എന്നുള്ളത് ആ ഒരു പാർട്ടിയുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിന് മുന്നിൽ അവർ മതേതര പാർട്ടിയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ മതേതര പാർട്ടിയാണെന്ന് UDF-ഉം കോൺഗ്രസും തെളിയിക്കണമെങ്കിൽ SDP-യെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയെയും തീർച്ചയായും തള്ളിപ്പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത അവിടെയുണ്ട്. അതുപോലെ തന്നെ രമേശ് പിഷാരടിയും താൻ മതേതരനാണ്, താൻ വർഗീയതയ്ക്കെതിരെയാണ് പോരാട്ടം നടത്തുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട് വേണ്ട എന്നുള്ള നിലപാട് പാലക്കാട്ടെ ജനങ്ങൾക്ക് മുൻപിൽ പറയാൻ ബാധ്യസ്ഥരാണ് എന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. SDP-യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ വോട്ട് വേണമെന്ന് തന്നെയാണ് രമേശ് പിഷാരടിയും ഇവിടെ പറയുന്നത് എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട്ടെ പോരാട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ രമേശ് പിഷാരടി ചോദിച്ചിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. അതിനും കൃത്യമായ മറുപടി പറയാതെ രമേശ് ഒളിച്ചോടുന്ന സമീപനമാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാലക്കാട് തന്നെ രമേശ് പിഷാരടി അന്ന് വന്ന സമയത്ത് പാലക്കാട്ടെ നമ്മൾ മാധ്യമപ്രവർത്തകർ രമേശ് പിഷാരടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എന്താണ് നിലപാട് എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് രമേശ് പിഷാരടി പറഞ്ഞത് കോടതിയുടെ പക്കലല്ലേ ഈ കാര്യങ്ങളൊക്കെ, കോടതി കുറ്റം കണ്ടെത്തട്ടെ, അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ തയ്യാറാവാം, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു സമീപനമാണ് സ്വീകരിച്ചത്. മാത്രമല്ല ഉമ്മൻചാണ്ടിയുമായിട്ടൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കമ്പയർ ചെയ്യുകയായിരുന്നു അന്ന് രമേശ് പിഷാരടി ചെയ്തത്. ഉമ്മൻചാണ്ടിക്ക് നേരെ എന്തൊക്കെ പറഞ്ഞു, അവസാനം എന്തായി എന്ന തരത്തിൽ രാഹുലിനെയും ഉമ്മൻചാണ്ടിയെയും തമ്മിൽ താരതമ്യം ചെയ്യുന്ന പ്രതികരണം ഉൾപ്പെടെയായിരുന്നു അന്ന് രമേശ് പിഷാരടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്ന് കേസുണ്ടോ എന്നൊക്കെ രമേശ് പിഷാരടി ചോദിച്ചിരുന്നു. ഇപ്പോഴാണെങ്കിൽ 3 കേസുകളുണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്ത് ഉൾപ്പെടെ നടപടികളിലേക്ക് കടന്നു. ഈ ഘട്ടത്തിൽ എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രമേശ് പിഷാരടിയുടെ നിലപാട്? ഈ സ്ത്രീക്കൊപ്പം തന്നെയാണോ അല്ലെങ്കിൽ വനിതകൾക്കൊപ്പം തന്നെയാണോ ഈ രമേശ് പിഷാരടി ഉള്ളത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം അവിടെ പറയാൻ രമേശ് പിഷാരടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും തയ്യാറായില്ല. അതിൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഞാൻ എല്ലാം നേരത്തെ പറഞ്ഞതാണ്, ഇനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ആ വിഷയത്തിലും ഒളിച്ചോടുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഏതായാലും 2 വിഷയങ്ങളാണ്. ഒന്ന് SDP ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര പാർട്ടികളുടെ വോട്ട് വേണോ എന്നുള്ള ചോദ്യത്തിന് അവരുടെ വോട്ട് വേണമെന്നുള്ള നിലപാട് ഒരു വശത്തെ സ്വീകരിക്കുന്നു, മറുവശത്താണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രമേശ് പിഷാരടിയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് വ്യക്തമാണ്. സാധാരണ കോൺഗ്രസ്സുകാരെ പോലെ തന്നെ ജിഹാദികളെ പ്രീണിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ പാലക്കാട്ടെ പുതിയ സ്ഥാനാർത്ഥിക്കുമുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും വോട്ട് വേണ്ട എന്ന് പറയുവാനുള്ള ആർജവം പിഷാരടിക്കും ഇല്ല എന്നത് ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാകും. അരുൺ ആലത്തൂർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെ പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒഴിഞ്ഞു മാറുകയായിരുന്നു. അരുണാണ് വിവരങ്ങളുമായി ചേർന്ന്. ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ നോക്കാം.